ഇന്ത്യൻ ജനാധിപത്യം സത്യത്തിൽ ഒരു ക്രോസ് റോഡിലാണ്. കാരണം ഈ അടുത്ത കാലത്തായി അതിനെക്കുറിച്ച് ജനാധിപത്യത്തിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് വലിയ ആരോപണങ്ങൾ ഉയരുന്നൊരു കാലഘട്ടമാണിത്. അതിപ്പോൾ SIR എത്തി നിൽക്കുന്നു. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനിൽ എത്തി നിൽക്കുന്നു. അതിനു മുമ്പ് തൊട്ട് മുമ്പുണ്ടായ വോട്ട് ചോരി ആരോപണം, പ്രതിപക്ഷത്തിൻ്റെ വോട്ട് ചോരി ആരോപണം, രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണം, അതിന് മറുപടി എന്നോണമാണ് യഥാർത്ഥത്തിൽ ഈ SIR രൂപപ്പെട്ടത് എന്ന് പോലും കരുതാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും ജനാധിപത്യം അതിന് തൊട്ട് മുമ്പ് തന്നെ നിരവധി വർഷങ്ങളായി വോട്ട് ചോരി, മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ വോട്ടർ മെഷീൻ കൃത്രിമങ്ങൾ, ഇതെല്ലാം നമ്മൾ കേട്ടുവരുന്നതാണ്. അതിനു മുമ്പും ജനാധിപത്യം അത്ര പരിശുദ്ധമായ സംശുദ്ധമായ ഒരു പ്രക്രിയ ആയിരുന്നില്ല തെരഞ്ഞെടുപ്പുകൾ. പോൾ ബൂത്ത് റിഗ്ഗിങ്, മറ്റ് നിരവധി തെറ്റായ രീതികൾ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കണ്ടുവരുന്നതാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അന്ന് മുതൽ ഇന്ന് വരെ തെരഞ്ഞെടുപ്പുകൾ അത്രമാത്രം സുതാര്യമൊന്നും ആയിരുന്നില്ല എന്ന് കാണാം. ഏതായാലും ഇപ്പോൾ അതൊരു ക്ലൈമാക്സിലെത്തിയതുപോലെ ഇപ്പോൾ അത് SIR എത്തി നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ ഒന്നാം ഘട്ടം ബീഹാറിലും രണ്ടാം ഘട്ടം 12 സംസ്ഥാനങ്ങളുടേതായി കേരളം ഉൾപ്പെടെ നമ്മുടെ നാട്ടിലും നമ്മുടെ പടിവാതിൽക്കലും SIR എത്തി നിൽക്കുന്നു. അതിൽ മുഖ്യ ആരോപണം, പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാന ആരോപണം, വലിയൊരു വിഭാഗം, പ്രത്യേക ജനവിഭാഗത്തെ പൗരത്വം നഷ്ടപ്പെടുത്താനുള്ളതാണ് എന്ന് തുടങ്ങിയ ആരോപണങ്ങളുണ്ട്. നമുക്കതിനെ ആ മുഖവിലക്കെടുക്കേണ്ടതില്ല. ഏതായാലും കാണാനിരിക്കുന്ന പ്രശ്നമാണത്. നമുക്കതിൽ രാഷ്ട്രത്തിലെ ഉത്തമ പൗരന്മാരെ പോലെ സഹകരിക്കാം. ഏതായാലും അതൊരു വശം. രാഷ്ട്രീയം അഥവാ ജനാധിപത്യ രാഷ്ട്രീയം ഈ ഒരു പതനത്തിലെത്താൻ കാരണമായതിൻ്റെ ചില ചരിത്ര വസ്തുതകളുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതായത് ജനാധിപത്യത്തിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ 18ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ആരംഭിച്ച അതിലെ ഇന്ന് കാണുന്ന ചില പ്രവണതകൾക്ക് കാരണം 18ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ആരംഭിച്ച തുടക്കം കുറിച്ച ചില കാരണങ്ങളാണെന്ന് കാണാം. പ്രസിദ്ധ ഫ്രഞ്ച് തത്വചിന്തകനായ റൂസോ, അദ്ദേഹം ജനിച്ചത് സ്വിറ്റ്സർലാൻഡിലാണെങ്കിലും ഫ്രഞ്ച് തത്വചിന്തകനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ജനാധിപത്യത്തിലെ ഏറ്റവും മഹത്തരമായ തത്വങ്ങൾ ആവിഷ്കരിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്നതിനും 8 വർഷം മുമ്പ് ലോകത്തോട് വിട പറഞ്ഞ ജോൺ ലോക്ക് എന്ന വ്യക്തിയുടെ ജനാധിപത്യ സങ്കല്പങ്ങളെ തൻ്റെ പൊതുസങ്കല്പം ജനറൽ വിൽ എന്ന പുസ്തകത്തിലൂടെ ചോദ്യം ചെയ്യുകയുണ്ടായി. അതായത് ജോൺ ലോക്കിൻ്റെയും റൂസോയുടെയും ജനാധിപത്യത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. ജോൺ ലോക്ക് പറഞ്ഞു, ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യം എന്തു തന്നെയായാലും അവർക്കാണ് അധികാരം വേണ്ടത് എന്ന്. അതാണ് നമ്മൾ ഇന്ന് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതും. എന്നാൽ അതിനൊരു മറുവാക്കെന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാലത്തിനും 8 വർഷത്തിന് ശേഷം റൂസോ എഴുതിയ പുസ്തകത്തിൽ അതിനെ ചോദ്യം ചെയ്തു. കാരണം ധാർമ്മികമായ ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതായത് കേവല ഭൂരിപക്ഷം ഏത് അധാർമികതയുടെ പേരിലും ഭൂരിപക്ഷം നേടുമ്പോൾ അത് പൊതുസമൂഹത്തിന് ഗുണകരമായിക്കൊള്ളണമെന്നില്ല. പൊതുസമൂഹത്തിൻ്റെ പൊതുവായ വിൽ സങ്കല്പം നന്മ കാക്ഷിച്ചുകൊണ്ടുള്ള ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ടായിരിക്കണം ജനാധിപത്യത്തിലെ വോട്ട് ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ എന്നതിനെ മാത്രം ആശ്രയിക്കാതെ ധാർമ്മികമായ ഒരു പക്ഷത്തെ കൂടി അതിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് റൂസോ സമർത്ഥിച്ചത് തൻ്റെ പുസ്തകത്തിലൂടെ. എന്നിരുന്നാലും ഫ്രഞ്ച് ഇംഗ്ലീഷ് തത്വശാസ്ത്രങ്ങളുടെയും പൊളിറ്റിക്സിൻ്റെയും ബലാബലത്തിൽ ഇംഗ്ലീഷിനുണ്ടായിരുന്ന മേൽക്കൈ, നമ്മുടെ രാഷ്ട്രത്തെ പോലുള്ള രാജ്യങ്ങളിൽ ഇംഗ്ലീഷുകാർക്കുണ്ടായിരുന്ന സ്വാധീനം, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ജോൺ ലോക്കിൻ്റെ തത്വത്തിനാണ് ഇവിടെ മേൽക്കൈ ലഭിച്ചത്, സ്വാധീനം ലഭിച്ചത്. അതായത് ഭൂരിപക്ഷം ആർക്ക് കിട്ടുന്നതായാലും അവരെത്ര മോശക്കാരാണെങ്കിലും അവർക്കാണ് അധികാരം. അതിൽ ധാർമ്മികതയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. എന്നാൽ റൂസോ പറഞ്ഞത് ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ ആകട്ടെ, പക്ഷേ ധാർമ്മികതയ്ക്ക് അതിലൊരു 3rd പ്ലേസ് ഉണ്ടായേ മതിയാകുള്ളൂ. അതിലൂടെ മാത്രമേ ഒരു പൊതുസമൂഹത്തിന് അവരുദ്ദേശിച്ച നന്മകൾ കൈവരികയുള്ളൂ എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ജോൺ ലോക്കിൻ്റെ തത്വമാണ് പ്രാബല്യത്തിൽ വന്നത്.
അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇറ്റലിയിലും ജർമ്മനിയിലും തീവ്ര ഫാസിസ്റ്റുകൾ പോലും ജനാധിപത്യത്തിന്റെ ഈ ലൂപ്പ് ഹോളിലൂടെയാണ് ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുകയും ഏകാധിപതികളായി മാറി രാഷ്ട്രത്തിനും സമൂഹത്തിനും എണ്ണിയാൽ തീരാത്ത ദുരന്തങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്തത്. ഇന്നും നമ്മുടെ രാഷ്ട്രത്തിൽ മതരാഷ്ട്രീയക്കാരും വർഗീയവാദികളും ക്രിമിനലുകളും സാമ്പത്തിക കുറ്റവാളികളും അധികാരം നേടുന്നു, മേൽക്കൈ നേടുന്നു, ഭൂരിപക്ഷം നേടുന്നു. അങ്ങനെ അധികാരത്തിലെത്തി അവർക്ക് വേണ്ട താല്പര്യങ്ങൾ നിറവേറ്റപ്പെടുന്നു എന്ന് കാണാം. ഇതിന് കാരണം ജനാധിപത്യത്തിന്റെ മൗലിക തത്വങ്ങളിൽ നിന്ന് ധാർമ്മികതയെ അകറ്റി നിർത്തിയതാണ് കാരണം. ജനാധിപത്യം റൂസോ ആഗ്രഹിച്ചതുപോലെ ന്യൂനപക്ഷ ഭൂരിപക്ഷത്തിന് പുറമെ, തിയറിക്ക് പുറമെ ധാർമ്മികമായ ഒരു പക്ഷം കൂടി അതിൽ ചേർക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന പല തിന്മകളും ഉണ്ടാകുമായിരുന്നില്ല. എന്തിനേറെ ഹിറ്റ്ലറും മുസോളിനിയും അധികാരത്തിൽ 7 അയൽപക്കത്ത് എത്തുക പോലും ചെയ്യുമായിരുന്നില്ല. ഇന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ മതവർഗീയതക്കും മതരാഷ്ട്രവാദത്തിനും താല്പര്യം തോന്നുന്നത് ധാർമ്മികതക്ക് മതം ആവശ്യമാണെന്നും മതം ധാർമ്മികതയുടെ പ്രതിരൂപമാണെന്നും രാഷ്ട്രീയം കേവല ധാർമ്മികക്ക് അതീതമാണെന്നും ധർമ്മം രാഷ്ട്രീയമായ ധാർമ്മികത ഉണ്ടാവണമെങ്കിൽ മതരാഷ്ട്രം നിലവിൽ വരണമെന്നും ആണ് മതവാദക്കാർ മുമ്പോട്ട് വെക്കുന്ന ഒരു ആവശ്യം. പക്ഷേ ജനാധിപത്യത്തിൽ ധാർമ്മികതയ്ക്ക് തനതായ ഇടം അതിന്റെ തുടക്കം മുതലേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ആവശ്യവുമായി അവരുടെ രാഷ്ട്രീയ മോഹം സഫലീകരിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ മതം കലർത്താനുള്ള ഈ ശ്രമങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. എന്തിനേറെ മഹാത്മാഗാന്ധി പോലും തൻ്റെ രാഷ്ട്രീയം ആത്മീയവൽക്കരിച്ച് ഹിംസയിൽ നിന്ന് മുക്തമാക്കി അതിനെ ഒരു ധാർമ്മിക പശ്ചാത്തലം നൽകാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന് കാണാം. പക്ഷേ ആ ആവശ്യകതയും ഗാന്ധിജിയുടെ ആ ആവശ്യകതയും റൂസോ പറഞ്ഞ കാര്യങ്ങൾ 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ സംഭവിച്ചിരുന്നുവെങ്കിൽ, അതായത് രാഷ്ട്രീയത്തിന് ന്യൂനപക്ഷ ഭൂരിപക്ഷ തത്വത്തോടൊപ്പം ധാർമ്മിക പശ്ചാത്തലം കൂടി കൊടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഗാന്ധിയൻ രാഷ്ട്രീയ സങ്കല്പം പോലും ആവശ്യമായി വരുമായിരുന്നില്ല. അതായത് റൂസോ എന്ന ഒരു ഫ്രഞ്ച് തത്വചിന്തകൻ, സ്വിറ്റ്സർലൻഡുകാരനാണെങ്കിലും താൻ മുന്നോട്ട് വെച്ച ജോൺ ലോക്കിന്റെ തത്വത്തിനെതിരായി മുന്നോട്ട് വെച്ച ഈ തത്വം ജനാധിപത്യത്തിന്റെ പ്രാരംഭ കാലം മുതൽക്ക് അതിൽ ഇടം പിടിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഫാസിസ്റ്റുകൾ അധികാരത്തിലേറുമായിരുന്നില്ല. അത് ഇറ്റലിയിലായാലും ജർമ്മനിയിലായാലും ഇന്ത്യയിലായാലും മറ്റെവിടെയാണെങ്കിലും ഒരിക്കലും വരുമായിരുന്നില്ല. ജനാധിപത്യം സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയായി അവശേഷിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ ജനാധിപത്യം വളരെയേറെ ആശങ്കയുണർത്തുന്ന തരത്തിൽ ഒട്ടും മെച്ചമല്ലാത്ത ആളുകളുടെ കൈപ്പിടിയിലാണ് ഒതുങ്ങിയിരിക്കുന്നത്. അതിന് കാരണം കേവലം ഈ ഭൂരിപക്ഷം എന്ന തത്വത്തിന്റെ പേരിലാണത്. ഭൂരിപക്ഷം ആർക്കാണോ, ഏത് അക്രമിക്കാണോ അവനാണ് പിന്നെ ഭരണാധികാരിയായി വരുന്നത്. അവിടെയാണ് നമ്മൾ 6000 കൊല്ലം മുമ്പ് നമ്മുടെ പ്ലേറ്റോ പറഞ്ഞതുപോലും പ്രസക്തമാവുന്നത്. കാരണം നല്ലവർക്കും യോഗ്യന്മാരായ നീതിബോധമുള്ള ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ പോലും പറ്റാത്ത വിധം രാഷ്ട്രീയ ശക്തികളാൽ അത് കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു, കോട്ടകൾ കെട്ടി ബന്ദവസാക്കപ്പെട്ടിരിക്കുന്നു. അതിലേക്ക് പ്രവേശിക്കുക നീതിമാന്മാർക്കോ രാഷ്ട്ര താല്പര്യം മുൻനിർത്തി യോഗ്യതയോടെ കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവർക്കോ അതിലേക്ക് പ്രവേശനമേ അനുവദിക്കപ്പെടുന്നില്ല. ഭൂരിപക്ഷത്തിൻ്റെയും മറ്റ് മേൽക്കൈകളുടെയും പശ്ചാത്തലത്തിൽ അവർ അധികാരത്തിന്റെ കോട്ട കൊത്തളങ്ങൾ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് പ്രവേശിക്കുക അസാധ്യമാണ്. ആ ദുർഗത്തിലേക്ക് ശക്തി ദുർഗമാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് വീണ്ടും മഹാനായ റൂസോയുടെ ആ സങ്കല്പത്തിലേക്ക്, അതിൻ്റെ പ്രസക്തിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഒരു അവസരം ഒരുങ്ങുന്നത്. അതായത് രാഷ്ട്രീയത്തെ, ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ധാർമ്മികതയ്ക്ക് കൂടി ഇടം അതിൻ്റെതായ രീതിയിൽ തന്നെ കൊടുത്തിരുന്നുവെങ്കിൽ മതത്തിന്റെ ധാർമ്മികതയുമായി ആരും മുന്നോട്ട് വരില്ലായിരുന്നു. രാഷ്ട്രീയത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ മതരാഷ്ട്രം എന്ന സങ്കല്പവും ഉണ്ടാവില്ലായിരുന്നു. രാമരാജ്യം എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് തന്നെ ധാർമ്മികമായ അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം എന്നാണ്. അതായത് ധാർമ്മികതയെ ഒഴിവാക്കി പ്രാബല്യത്തിൽ വന്ന
ജോൺ ലോക്കിന്റെ ജനാധിപത്യമല്ല, റൂസോ വിഭാവനം ചെയ്ത ധാർമ്മിക അടിത്തറയുള്ള ജനാധിപത്യം, അതായിരുന്നു ഗാന്ധിജിയും വിഭാവനം ചെയ്തത്. അത് തന്നെയായിരിക്കും ഇന്ത്യയെ പോലെ ഇന്ന് നാം നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഒരു പരിഹാരമായി തീരുക. പക്ഷേ അത് അധികാരം കയ്യിലുള്ളവർ അതിന് കൂട്ടാക്കാത്ത കാലത്തോളം വിദൂര സ്വപ്നമായി അവശേഷിക്കുകയുള്ളൂ. ഏതായാലും നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ ഗ്രസിച്ചിരിക്കുന്ന SIR ഗ്രസിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് അതിൽ ഒരുപാട് പ്രത്യാശകളെക്കാൾ ആശങ്കകൾ കുത്തിനിറക്കപ്പെട്ടതാണ് ആ പരിഷ്കരണം. അതായത് വോട്ടർ പട്ടികയുടെ ആ പുനരാവിഷ്കരണം എന്നാണ് കാണുന്നത്. അതായത് വലിയ വിഭാഗം ജനങ്ങൾക്ക് ആശങ്കയുണർത്തുന്ന നമ്മുടെ നോട്ട് നിരോധനം പോലെ അർദ്ധരാത്രിയിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്വാതന്ത്ര്യം പോലെ അർദ്ധരാത്രിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഈ വസ്തുത ജനങ്ങൾക്ക് പ്രത്യാശയും പ്രതീക്ഷയും ജനാധിപത്യത്തിന്റെ ക്ലാരിറ്റിയും ജനാധിപത്യത്തിന്റെ സംശുദ്ധിയും കൊണ്ടുവരുന്നതിന് പകരം ഒരു നിശ്ചിത ഏകാധിപത്യ പ്രവണതയിലേക്ക് രാഷ്ട്രത്തെ തള്ളിവിടുമോ, നിരവധി പേര് നരകയാതനക്ക് വിധേയമാവുമോ എന്ന ആശങ്ക ഉണർത്തുന്നതാണ് SIR. പക്ഷേ അതിൽ ഈ പറഞ്ഞ ആശങ്കകൾ പലതും അടിസ്ഥാനരഹിതമായിരിക്കാം. ഒരുപക്ഷെ അങ്ങനെ ആയിത്തീരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഏതായാലും രാഷ്ട്രം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള വോട്ടർ പട്ടിക പുതുക്കലിന് എല്ലാ പൗരന്മാരും രാഷ്ട്രബോധമുള്ള ദേശീയ ബോധമുള്ള എല്ലാവരും സഹകരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എങ്കിലും ജനാധിപത്യത്തിൽ നമുക്ക് സ്വപ്നം കാണാനുള്ള ഒരു അവസരമായി റൂസോയുടെ സങ്കല്പത്തെ, അതായത് ജനാധിപത്യത്തോട് ധാർമ്മികതയെ കൂടി സന്നിവേശിപ്പിക്കുന്നതിനെ കുറിച്ച് നമുക്ക് സ്വപ്നം കാണാം. ഏതായാലും നമ്മുടെ രാഷ്ട്രം കടുത്ത പ്രതിസന്ധികളിലേക്ക്, ആഭ്യന്തര കുഴപ്പങ്ങളിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടി നമുക്ക് നല്ല പൗരന്മാരാകാൻ വേണ്ടി ഇതിനോട് സഹകരിക്കാം.